ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഡാമേജ് ഒന്നും വരാണ്ട് കളർ ഫെയ്ഡ് ആവാണ്ട് അതേപോലെ വർഷങ്ങളോളം ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? പറഞ്ഞുതരാം വാ. ആദ്യത്തേത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തുണി കഴുകുന്ന സമയത്ത് ഈ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സോപ്പ് യൂസ് ചെയ്യാണ്ട് കഴുകാം. ഇനി സോപ്പ് ഉപയോഗിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പോ ഡിറ്റർജൻറ്റോ യൂസ് ചെയ്യാം. ഒരുപാട് ഹാർഡായിട്ടുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള സോപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബീഡ്സിനെ ഫീഡാക്കും, അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും. അതുപോലെ തന്നെ തുണി കഴുകുന്ന സമയത്ത് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കഴുകുക, അതുപോലെ കല്ലേൽ അടിച്ച് കഴുകുക, അതൊരിക്കലും ചെയ്യരുത് ഇത് രണ്ടും. അതുപോലെ തന്നെ മെഷീൻ വാഷും ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സിന് പറ്റാത്ത കാര്യമാണ്. ഡ്രൈ ക്ലീനിങ് ആണ് ഏറ്റവും ബെറ്റർ. പക്ഷേ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമുക്ക് ഡെയിലി കൊണ്ടുപോയി ഡ്രൈ ക്ലീനിങ്ങിനൊന്നും കൊടുക്കാൻ പറ്റില്ല. സോ നമുക്ക് വാഷ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വളരെ കെയർഫുള്ളായിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. ആഫ്റ്റർ വാഷ് നമ്മൾ തുണി ഉണക്കുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ തുണി ഉണക്കരുത്. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 പ്രാവശ്യം ഉണക്കി കഴിയുമ്പോഴേക്കും ബീഡ്സിൻ്റെയും നമ്മുടെ ഗാർമെൻറ്റ്സിൻ്റെയും കളർ ചേഞ്ച് ആവുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. പകരം ഫ്ലോറിൽ തണൽ ഉള്ള സ്ഥലത്ത് ഫ്ലോറിൽ ഒരു കോട്ടൺ ക്ലോത്ത്, അത് ബെഡ്ഷീറ്റോ അതെന്തോ ആയിക്കോട്ടെ, ഒരു കോട്ടൺ ഫാബ്രിക് ഇങ്ങനെ നിവർത്തിയിടുക. അതിന് പുറത്തായിട്ട് നമുക്ക് ഡ്രൈ ചെയ്യേണ്ട നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഗാർമെൻറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ നിവർത്തിയിടാം. ഫോൾഡൊന്നും വരാത്ത രീതിയിൽ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കാം. നല്ലോണം എയർ കടക്കുന്ന സ്ഥലമായിരിക്കണം. ഓക്കെ, ഓപ്പൺ ടെറസിലോ എവിടെയെങ്കിലും ഷെയ്ഡുള്ള ഭാഗത്ത് ഇങ്ങനെ തറയിലേക്ക് നിവർത്തിയിടുക. അപ്പോൾ നമ്മൾ അടിയിൽ വരച്ചിരിക്കുന്ന ഈ ഒരു കോട്ടൺ ഫാബ്രിക് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഗാർമെൻറ്റിലുള്ള വെറ്റ്നസ് മുഴുവനായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കും. അത് ഒരുവിധം ഡ്രൈ ആവും. അതിനുശേഷം നമുക്കതിനെ അശയിൽ വിരിക്കാം. അതും ഒരിക്കലും സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കില്ല എന്ന് ഉറപ്പുവരുത്താം. ഡ്രൈ ആയിക്കഴിഞ്ഞ ഫാബ്രിക് നമ്മൾ ഫോൾഡ് ചെയ്ത് കീപ്പ് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതും ഇതുപോലെ തന്നെയാണ്. കോട്ടൺ ക്ലോത്തിൽ റാപ്പ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. നമ്മളൊരു ഗാർമെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ടായിരിക്കും അത് നമുക്ക് തരിക. അപ്പോൾ ആ കവർ നമ്മൾ കീപ്പ് ചെയ്തിട്ട് എപ്പോഴും ഈ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ഈ ഒരു കവറിൽ തന്നെ കീപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പ്ലാസ്റ്റിക് കവറിൽ എപ്പോഴും മോയ്സ്ചർ അങ്ങനെ തന്നെ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ കോട്ടൺ ക്ലോത്തിൽ റാപ്പ് ചെയ്തിട്ട് വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. മാത്രമല്ല, നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് കീപ്പ് ചെയ്ത് വെക്കുന്നത് വാർഡ്രോബിൽ എവിടെയാണെങ്കിലും അതിനടുത്തായിട്ട് തന്നെ സിലിക്ക ജെല്ല് കൂടെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം വെറ്റ്നസ് എന്തെങ്കിലും അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഫംഗസ് പോലത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ക്ലോത്തിനെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ചെയ്തിരിക്കുന്ന ഹാൻഡ് വർക്കിനെയും ഡാമേജ് ചെയ്യും. ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അയൺ ചെയ്ത് പണി കിട്ടിയ കുറേ പേര് എനിക്കറിയാം കേട്ടോ. ഞാൻ എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും ഹാൻഡ് വർക്ക് ചെയ്യുന്നത് നൈലോൺ ത്രെഡ് വെച്ചിട്ടാണ്. നൈലോൺ ത്രെഡ് എല്ലാവർക്കും അറിയാം, അത് പ്ലാസ്റ്റിക് ത്രെഡാണ്. വർക്കിന് കൂടുതൽ ഫിനിഷിങ് കിട്ടുന്നത് ഈ ഒരു നൈലോൺ ത്രെഡ് യൂസ് ചെയ്യുമ്പോഴാണ്. കാരണം ആ ത്രെഡ് നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. അതിനുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഹീറ്റ് കൊള്ളുന്നുണ്ടെങ്കിൽ, നല്ല ഹീറ്റ് നല്ലോണം ചൂട് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉരുകിപ്പോവും. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് ഉരുകിപ്പോവും. അപ്പോൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് അയൺ ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്? ഡെഫിനറ്റ്ലി ആ ഹാൻഡ് വർക്ക് എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റ്സും ഞാൻ അയൺ ചെയ്ത് തന്നെയാണ് കൊടുക്കാറ്. പക്ഷേ അയൺ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് പോവാത്ത, അതായത് ഈ ത്രെഡ് പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രം അയൺ ചെയ്ത് റിങ്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടാണ് കൊടുക്കാറ്. പക്ഷേ കസ്റ്റമർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കാണ്ടായിരിക്കും ചെയ്യുക. സോ ബെറ്റർ അയൺ ചെയ്യാതിരിക്കുന്നതാണ്. അത്രയ്ക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള മടക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ ഒരു ക്ലോത്ത് ഇട്ടതിന് ശേഷം വളരെ ചെറിയ ഹീറ്റ് വെച്ചിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബീഡ്സിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് സേഫായിട്ട് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഹാൻഡ് സ്റ്റീമർ യൂസ് ചെയ്ത് അയൺ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതും വളരെ ശ്രദ്ധിച്ച്, ഹീറ്റൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു കോട്ടൺ ക്ലോത്ത് ഈ നമ്മൾ അയൺ ചെയ്യേണ്ട ഫാബ്രിക്കിന് പുറത്തേക്ക് നിവർത്തിയിട്ടിട്ട് അതിന് പുറത്തൂടെ വേണം അയൺ ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ്, ഡിയോഡ്രൻസ് ഒക്കെ. എല്ലാവരും നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഫൈനലി നന്നായിട്ട് അങ്ങ് പെർഫ്യൂം ചെയ്യും. ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ള പെർഫ്യൂം യൂസ് ചെയ്യുമ്പോഴേക്കും എന്തായാലും അത് ഫാബ്രിക്കിൽ ഒട്ടും നല്ല കാര്യമല്ല. നമ്മൾ യൂഷ്വലി അതിനുള്ള ടെൻഡൻസി ഉള്ളത് അണ്ടർ ആംസിലായിരിക്കും നമ്മൾ എപ്പോഴും പെർഫ്യൂംസ് യൂസ് ചെയ്യുക. അണ്ടർ ആം ഓൾറെഡി സ്വെറ്റ് ചെയ്യുന്നൊരു പോർഷനാണ്, അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ പെർഫ്യൂം കൂടെ അടിക്കുന്നത്. ഉറപ്പായിട്ടും അത് ടോട്ടലി എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കസ്റ്റമർ പെർഫ്യൂം യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് മഞ്ഞ കളർ ഫാബ്രിക്കാണ്. പെർഫ്യൂം അടിച്ചപ്പോഴേക്കും ആ ഒരു ഏരിയ ഫുള്ള് പച്ച കളറായി. അതായത് ആ മഞ്ഞ കളറായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കളറ്
ഫാബ്രിക്കിൽ നിന്ന് മാറി. അപ്പം കസ്റ്റമർ തന്നെ തന്നൊരു ഫാബ്രിക്കാണ്, ഒരു സാരി ആയിരുന്നു. സാരി കൺവേർട്ട് ചെയ്ത് നമ്മൾ സ്കേർട്ടും ടോപ്പും ആയിരുന്നു സ്റ്റിച്ച് ചെയ്തിരുന്നത്. അപ്പം ഞാൻ സ്റ്റിച്ചിങ്ങിനൊക്കെ ശേഷം കസ്റ്റമർ ആ ഒരു ഒക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, ഫിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നോ? അങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി സ്റ്റിച്ചിങ് ഒക്കെ ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇട്ട് കഴിഞ്ഞ് പെർഫ്യൂം അടിച്ചപ്പോഴേക്കും ഈ ഒരു കളർ അണ്ടർ ആംസിൻ്റെ പോർഷനിൽ കളർ ഫുൾ മാറിയിട്ടങ്ങ് പച്ചയായി. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെ പോയെന്ന്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫ്യൂംസ് നമ്മുടെ ഡ്രസ്സിൻ്റെ പുറത്ത് തന്നെ ഇടണം എന്നില്ലല്ലോ. നമുക്കിപ്പം നെക്കിൻ്റെ സൈഡിലും റിസ്റ്റിലും ഒക്കെ പെർഫ്യൂംസ് ഇടുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഗാർമെൻറ്റ്സിൽ പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും. ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്കിപ്പം ഓർണമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ അത് ഇടുന്ന കാര്യത്തിലൊന്ന് കെയർഫുൾ ആവും. കാരണം ഓർണമെൻറ്റ്സ് ഒക്കെ ഉടക്കിയിട്ടുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആരി വർക്കിൻ്റെ പ്രത്യേകത, ഒരു ബീഡ് ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ സീരീസ് ആയിട്ട് വെച്ചിട്ടുള്ള എല്ലാ ബീഡും ഇളകാൻ തുടങ്ങും. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഇടുന്ന ആദ്യം ഗാർമെൻറ്റ് ഇട്ടതിന് ശേഷം ഓർണമെൻറ്റ്സ് ഇടാനായിട്ട് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് എല്ലാം ഇപ്പോൾ ബാംഗിൾസ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ്, നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. അപ്പോൾ ഉടക്കി പിടിച്ചിട്ട് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യം ഗാർമെൻറ്റ് ഇടുക, നമ്മുടെ ഡ്രസ്സ് ഇടുക, അതിനുശേഷം ഓർണമെൻറ്റ്സ് ഇടുക. അഴിക്കുന്ന സമയത്താണെങ്കിലും ആദ്യം ഓർണമെൻറ്റ്സ് അഴിക്കുക, അതിനുശേഷം ഡ്രസ്സ് മാറ്റുക. ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് നമുക്കിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ഒക്കേഷനിൽ ഇത്ര സമയത്തേക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഒക്കെ. അപ്പോൾ അത് അത്രയും കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സില്ലി ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് കാരണം ആ ഒരു ഔട്ട്ഫിറ്റ് പിന്നെ നമുക്ക് ഉപയോഗിക്കാനേ പറ്റാണ്ടായി പോകും. എനിക്കങ്ങനെ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ട്, അതിൻ്റെ വിഷമം എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ നമ്മൾ കുറച്ച് എന്തായാലും ക്യാഷ് മുടക്കിയിട്ടായിരിക്കുമല്ലോ ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നാളെങ്കിലും നമുക്ക് ഉപയോഗിക്കണ്ടേ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാരണം നമുക്ക് ഔട്ട്ഫിറ്റ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതായി പോരുതല്ലോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് ഫാബ്രിക് റിങ്ങിൽ താഴെ ഇട്ടിട്ടാണ് വന്നത്. അതിനിടയിലാണ് അത്രയ്ക്ക് ഞാൻ ആരോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തു ഞാൻ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.